ഹബീബായ നബി പറഞ്ഞു അശ്റും മിനൽ ഫിത്ര, 10 കാര്യങ്ങൾ ഓരോ ശരീരവും കർശനമായി പുലർത്തേണ്ടതാണ്. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. 10 കാര്യങ്ങൾ ഓരോ ശരീരവും കർശനമായി പുലർത്തേണ്ടതാണ്. 10 കാര്യം. ഒന്ന് കസ്സുശാരിബി. മീശ വെട്ട. മീശ വെട്ടിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? മീശ വെട്ടി താടി പോലെയല്ല മീശ വെട്ടിയിട്ടില്ലെങ്കിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവനും ഒരു അംശം അതിൽ പറ്റിപ്പിടിക്കും. ഈ പുറത്തിട്ട ഭക്ഷണ പദാർത്ഥങ്ങളുടെ അംശങ്ങളിൽ സ്വാഭാവികമായും ഭക്ഷണം തുറന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്ടീരിയകൾ വരും. ശ്രദ്ധിക്കണം. ഇതോടുകൂടിയാകും അടുത്ത ഭക്ഷണം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? മീശ അധികരിക്കുന്നത് രോഗത്തിന് കാരണമാകുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? മനസ്സിലാവുണ്ടോ? നിങ്ങൾ എന്താ ഒന്നും മൂളാത്തത്? എനിക്കറിയാം, നമുക്ക് വലിയ മീശക്കാരാന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളെ തടി പറ്റാത്ത ഖുർആനും ഹദീസും ആരോഗ്യമൊക്കെ മതി എന്നുള്ളതാണ്. അശ്റും മിനൽ ഫിത്ര, ഓരോ ശരീരവും 10 കാര്യങ്ങൾ കർശനമായി പാലിക്കണം. ഒന്ന് കസ്സുശാരിബി, കസ് ഹത്താ തദ്ഹറ ഹുംറത്തു ശഫതൈൻ, ചുണ്ടിന്റെ ചുവപ്പ് വെളിവാകുന്നത് വരെ വെട്ടണം എന്ന് ആണ് ഏറ്റവും ഈ വിഷയത്തിലെ കുറഞ്ഞ നിയമം, കർശനമായ നിയമം. ഒന്നുകൂടി വിശാലമായി ചിന്തിച്ച ചില പണ്ഡിതന്മാർ പറയുന്നത് അതും പോരാ, പൂർണ്ണമായി വെട്ടി അടയാളമല്ലാത്തതൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. 2 തരമാണ് മീശ വിട്ടന്നവാണ്. ഒരു ഭാഗം പണ്ഡിതന്മാരുടെ വീക്ഷണം മീശ അവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കുന്ന ഒരടയാളം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, വെട്ടണം, അങ്ങനെ അത്ര വെട്ടണം. ഒരു ഭാഗം പണ്ഡിതന്മാർ ലളിതകൾ അനുസരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് വെട്ടണം, പക്ഷേ എത്ര മതി? ഹുംറത്തു ശഫതൈൻ, ചുണ്ടിന്റെ ഈ ചുവപ്പ് പ്രത്യക്ഷമാകുന്നവരെ. എന്താ അങ്ങനെ ചെയ്തത്? അങ്ങനെയാവുമ്പോ ചുണ്ട് ഉപയോഗിച്ചിട്ട് ഭക്ഷണം കഴിക്കുക, സ്വാഭാവികമായും ഭക്ഷണ പദാർത്ഥം അതിലേക്ക് കയറൂല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ചില വെള്ളം കുടിക്കുന്നവർക്കൊക്കെ ഇനി വെള്ളത്തിൽ വല്ല പൊടി പടലങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. എന്ത് മതി? മീശ മതി. ഇങ്ങനെ ഒരു അരിപ്പയുടെ ഗുണം ചെയ്യും. എന്ത്? കള്ളുകൂടിയമാർക്കാണ് അത് വല്ലാതെ കാണുന്നത്, ഇത്ര വലിയ മീശകളൊക്കെ. ഇതൊക്കെ രോഗമാണ്. നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ മെഡിക്കൽ വിഭാഗം രോഗത്തിന് പ്രതിരോധം എന്ന് പറഞ്ഞിട്ട് മാത്രം കഴിയില്ല. ആദ്യം നിന്നെ പറ്റൊന്ന് പഠിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത്. രോഗത്തിന്റെ ഗോഡൗൺ നീ തന്നെയാണ്. ഇതാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഓരോന്നും പറയാം. ഒന്ന് കസ്സുശാരിബി, താടി വളർത്തുക. 2ാമത്തെ കാര്യം താടി വിടുക, മീശ വിട്ട്. 2 താടി ഉണ്ടാവുക, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം സിവാക്കു, വായ ശുചീകരണം നടത്തുക. 3. 4 വൽ ഇസ്തിൻഷാഖു, മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് സദാസമയവും മൂക്ക് വൃത്തിയാക്കുക. ശരിക്ക് അതിരാവിലെ വൃത്തിയാക്കുമ്പോൾ അതിരാവിലെ എണീറ്റിട്ട് മൂക്ക് വൃത്തിയാക്കിയാൽ നന്നാക്കി ശക്തി കൂട്ടണം. ഒരു ഹദീസിൽ പറഞ്ഞ് ഇന്ന ശൈത്താന യബീതു അലാ ഖൈശുമിഹി, പിശാച് അവന്റെ തരിമൂക്കിന്റെ അവിടെ രാത്രി ഉറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിശാചിനെ പുറത്തേക്ക് എറിയുന്ന രൂപത്തിൽ ചീറ്റണം. പിശാച് മാത്രമല്ല പോവുക, വൃത്തികളൊക്കെ ആ ഭാഗം മുഴുവൻ. ഇവിടെ വൃത്തിയായി കഴിഞ്ഞാൽ തലച്ചോറിന് നല്ല സുഖം ഉണ്ടാവും. മറ്റേ ഇവിടെ എന്തെങ്കിലും കെട്ടിക്കിടന്നാൽ തലച്ചോറ് ഒരിക്കലും ഉറക്കിയില്ല. നിങ്ങൾ ചിന്തിക്കണം. ഇതൊക്കെ ഒരു മനുഷ്യൻ പറയാണ്, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഇതുണ്ടായ രോഗം ഉണ്ടാവും? വായയിൽ വെള്ളമാക്കിയിട്ട്, എപ്പോഴും വായിൽ വെള്ളമാക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കണം എപ്പോഴും. പിന്നെ നഖം വെട്ടിയെടുക്കണം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നഖം വെട്ടിയെടുക്കണം. വസ്ത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കണം. വസ്ത്രം പഴയതായിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, പക്ഷേ കഴുകണം. കഞ്ചരോമത്തെ ഒഴിവാക്കണം. ഗുഹ്യരോമത്തെ കളയുകയും വേണം. മൂത്രമായാൽ മൂത്രം ശരീരത്തിൽ കളയാതെ ആവാതെ മൂത്രത്തെ ഒഴിവാക്കണം. 10 കാര്യം. ഒന്നും കൂടി ഞാൻ പറയാം. 1 കസ്സുശാരിബി, വിഷവിട്ട. 2 ഇഅഫാഉൽ ലഹ്യ, താടി ഒഴിവാക്കുക, താടി പിടിക്കാതിരിക്കുക. 3 സിവാക്ക്, പരിസര ശുചീകരണം. ഞാൻ പറയാം, നേരെ വൈകോ
സമയമായിരുന്നു. പറയാം. വ്യക്തി ശുദ്ധീകരണം, ഞാൻ പരിസര ശുദ്ധീകരണത്തേക്ക് വരികയാണ്. ഞാൻ വരാം. ആ വിഷയം കഴിഞ്ഞ് അങ്ങോട്ട് വരികയാണ്. ഇഷ്ടംപോലെ പറയാം, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു ദിവസം ഒന്നും പറയേണ്ടത് പറഞ്ഞാൽ പോലത്തെ വിഷയമല്ല. പിന്നെ ഒരു വിഷയം പറയുമ്പോൾ അതിനോട് ആത്മാർത്ഥത പുലർത്താൻ എൻ്റെ ഒരു ശൈലിയാണ്. അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് പറഞ്ഞാൽ തീരാത്ത വിഷയങ്ങളാണ്. മൂന്നാമത്തെ കാര്യം മിസ്വാക്ക് ചെയ്യാം. പിന്നെ മൂക്കിൽ വെള്ളം കെറ്റിച്ചീറ്റ, വായാൽ ശുദ്ധീകരിക്കുക, നഖം വെട്ടിയെടുക്കുക. കൃത്യമായി ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നഖം വെട്ടിയെടുക്കണം. വസ്ത്രം എപ്പോഴും ശുദ്ധീകരിക്കണം. കക്ഷരോമം ഒഴിവാക്കണം, ഗുഹ്യരോമം ഒഴിവാക്കണം. അതേപോലെ തന്നെ 40 ദിവസത്തെക്കാൾ കൂടുതൽ ഒരാൾ കക്ഷരോമവും ഗുഹ്യരോമവും തന്റെ ശരീരത്തിൽ ഉപേക്ഷിക്കാൻ പാടില്ലാത്തതാണ്. നിർബന്ധമായി വളരെ ചിന്തിക്കണം. ചില ആളുകളൊക്കെ ഒന്ന് കൈ പൊക്കിയാൽ കാണാൻ പറ്റില്ല. കൈ പൊക്കിയാലൊന്ന് അതിൻ്റെ ഇടയിലൊക്കെ ഈ കക്ഷരോമങ്ങൾക്കിടയിൽ ഈ മാലിന്യങ്ങളും ചളി ഇങ്ങനെ വന്നുപോകും. കണ്ടാലും വളരെ പെർഫ്യൂം ഉണ്ടാവും പുറത്ത്. അതല്ല ഇസ്ലാം. വൃത്തിയും ശുദ്ധിയും പൂർണ്ണതയും. അഴുക്കുള്ള സാധനങ്ങൾ അവനിൽ ഒരു നിലക്കും ഒരുമിച്ച് കൂടാൻ പാടില്ല. വസ്ത്രത്തിന്റെ ശുദ്ധി അതിപ്രധാനമാണ്. പുണ്യനബിയോട് അല്ലാഹു തആല പ്രബോധനത്തിന് കൽപ്പിക്കാൻ പറഞ്ഞപ്പോ ആദ്യമായി പറഞ്ഞത് യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ. നബിയെ, എണീറ്റ് നിങ്ങൾ പ്രബോധനം ചെയ്യൂ. അതിന് വേണ്ടത് നിങ്ങൾ നമസ്കരിക്കുകയും വസിയാബക ഫതഹ്ഹിർ, എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും വേണം. വസ്ത്രം ശുദ്ധീകരിക്കണം. പ്രബോധകന് സമൂഹത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നവൻ വ്യക്തിയുടെ വസ്ത്രം ശുദ്ധിയാക്കപ്പെടണം. ഒന്ന്, അയാളിലേക്ക് ജനങ്ങൾ അടുക്കാനും ജനങ്ങളിലേക്ക് അയാൾക്കടുക്കാനും അത് മാധ്യമമാണ്. മുഹമ്മദ് നബിയെ, നിങ്ങൾ പ്രബോധനം നടത്തൂ. പ്രബോധനത്തിനൊരു സമ്മേളനം ഉണ്ടാക്കുന്നല്ല പറഞ്ഞത്. യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹ്ഹിർ. ഞാൻ വ്യക്തിപരമായ ശുദ്ധി ഇനിയും പ്രധാനമാണ്. പള്ളിയിൽ വരുന്നവർക്ക് വ്യക്തിപരവും ശാരീരികവും വസ്ത്രസംബന്ധിയുമായ എല്ലാവിധ ശുദ്ധിയും ഉണ്ടാകേണ്ടതാവുന്നു. يخافون يوما تتقلب فيه القلوب والأبصار. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ مسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا. ശുദ്ധിയായി ഇഷ്ടപ്പെടുന്നവരാണ് പള്ളിയിൽ വരേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞു. ഞാൻ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, വഴിവക്കിൽ നിന്ന് ഈ വളരെ ചിന്തിക്കണം. ഈ ആരോഗ്യം വിളിച്ചു പറയുന്നവർക്ക് തന്നെ ഇല്ലാത്ത ചില മര്യാദ. ആരോഗ്യത്തെ കുറിച്ച് പറയുന്നവർ ധാരാളം ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്, കഴിവുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ. പക്ഷെ അവർ സൂക്ഷിക്കാത്ത ഒരു കാര്യം എന്താണെന്നറിയോ? ഈ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ മൂത്രിക്കും. ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അക്സറു അദാബിൽ ഖബരി മിനൽ ബൗലി. ഖബർ ശിക്ഷയിൽ കൂടുതലും മൂത്രസംബന്ധിയാകുന്നു. മൂത്രത്തിനെ ശുദ്ധീകരിക്കാത്തത് കൊണ്ടും മൂത്രം വസ്ത്രത്തിലാവുന്നത് കൊണ്ടുമാണ് കൂടുതലും ഖബർ ശിക്ഷ ഉണ്ടാവുകയാണ് എന്ന് ഇബ്നു മാജ ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഒരു തുള്ളി മൂത്രം പോലും വസ്ത്രത്തിലാവാൻ പാടില്ല. പള്ളിയിൽ അടുത്ത കാലത്ത് ചട്ടി വെച്ച ഒരു ഏർപ്പാടുണ്ട്. ചില പള്ളികളിലൊക്കെ കാണുന്നുണ്ട്. അതിന്റെ ഗുണം ഇല്ലേ? ഇപ്പോൾ ചട്ടി എടുത്തു പോകാൻ തുടങ്ങി. നന്നായിട്ടുണ്ട്. അതിനുവേണ്ടി എന്താ മൂത്രപ്പരിയുടെ ഒരു ഭാഗത്ത് അതിനുവേണ്ടി ഫാൻസെറ്റ് വന്ന ആളുകൾക്ക് മൂത്രിക്കാൻ എന്തായാലും പ്രത്യേക സൗകര്യമാണ് ചെയ്താൽ എന്തിനാ ഈ ചട്ടി വെക്കുന്നത്? ചട്ടി വെച്ചാൽ പൂർണ്ണമായും പലപ്പോഴും അവന്റെ മൂത്രം പുറത്തു പോകില്ല. എന്നിട്ട് ആ മൂത്രം പിന്നെ അല്പാൽപമായി അവന്റെ വസ്ത്രത്തിലേക്ക്, അത് മതിയാകും അവന്റെ ഖബർ ശിക്ഷക്കെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചട്ടി വെക്കേണ്ടതില്ല. ഇത് അബദ്ധമല്ല ഈ ചെയ്തതൊക്കെ. ആരോ ചട്ടി വെച്ച് നമ്മൾ ചെയ്യാം. നമ്മളത് അബദ്ധമല്ല ചെയ്തത്. ഇരുന്നാണ് മൂത്രമൊഴിക്കേണ്ടത്. മാത്രമല്ല ഇടഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കണം. അത് കൂടുതൽ അവന്റെ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പുറത്തു പോകാൻ കാരണമാകുമെന്ന് മുഹമ്മദ് നബി. എന്തുകൊണ്ട്? അത് കഴിഞ്ഞാൽ വസ്ത്രം പൂർണ്ണമായും ശുദ്ധിയാവണം.
ഇസ്തിബ്രാ ചെയ്യണം. മൂത്രത്തിന്റെ അവസാനത്തെ തുള്ളി പുറത്തു പോകാതെ നീക്കാൻ പാടില്ല. ഈ ആരോഗ്യമൊക്കെ പ്രസംഗിക്കുന്നവർക്ക് തന്നെ ഇല്ലാത്ത ഒരു കാര്യം ഈ പറയും. അതിന്റെയും അപ്പുറത്താണ് 1400 കൊല്ലത്തെ നേതാവ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നിങ്ങളൊക്കെ പഠിക്കേണ്ടത്. ഇന്നത്തെ വിശുദ്ധന്മാർ അവിടുന്ന് പഠിക്കാൻ തുടങ്ങും. അവിടേക്ക് പെടുത്തിയിട്ടില്ല. നമ്മൾ ചിന്തിക്കണം. പുണ്യ നബി പറഞ്ഞു,